അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് നെക്സ്റ്റ് വൺ, അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടിന് ഫോർമാറ്റ് നോക്കിയിട്ട് പിന്നെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആദ്യം അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. മറ്റേതുപോലെ തന്നെ ഇൻകവും എക്സ്പെൻഡിച്ചറുമാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ഇതിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നോക്കുക. ആദ്യത്തെ കേസ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് ആണ്. മറ്റേത് റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. ചില ക്വസ്റ്റ്യന് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് പ്ലസ് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ട് ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ചിലതിൽ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഉണ്ടാക്കേണ്ടി വരും. ദെൻ അത് യൂസ് ചെയ്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇറ്റ് റെക്കോർഡ്സ് ഓൾ ദ ലോസസ് ആൻഡ് എക്സ്പെൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, നേരത്തെ ഉള്ളതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റും ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ റെസിപ്റ്റുകൾ ഒക്കെ എൻറ്റർ ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലും അതുപോലെ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിലുമാണ് മാർക്ക് ചെയ്യുന്നത്, എക്സ്പെൻസ് ആൻഡ് ലോസസ്. ഇനി ഇറ്റ് കണ്ടെയ്ൻ ഓൺലി റവന്യൂ റെസിപ്റ്റ് ആൻഡ് റവന്യൂ പേയ്മെൻറ്റ്. ക്യാപിറ്റൽ ഐറ്റംസ് ആർ ഇഗ്നോർഡ്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിനെ അപേക്ഷിച്ച് റവന്യൂ റെസിപ്റ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത്. എന്തെടുക്കുന്നില്ല, ക്യാപിറ്റൽ ഐറ്റംസ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ കറക്റ്റ് ആൻസറിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ടേക്സ് എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഓഫ് കറണ്ട് ഇയർ ഓൺലി ആൻഡ് ദീസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ഫുൾ. കറണ്ട് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സും ഇൻകം മാത്രമാണ് നമ്മളിതിൽ എടുക്കേണ്ടത്. ആൻഡ് ആ എമൗണ്ട് ഫുള്ളായിട്ട് എടുക്കണം. ഓക്കെ, ദിസ് മീൻസ് adjustment should be made for outstanding expense, prepaid expense, accrued income, unearned income. നേരത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നമ്മൾ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഒരു ഇയറിൽ വന്നിട്ടുള്ള എല്ലാ തരം എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആവശ്യമാണ്. സോ അതുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ബാഡ് ഡെറ്റ്, ഡിപ്രിസിയേഷൻ, അതൊക്കെ ഇതിലെടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ആൻഡ് ദ ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ് ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ എടുക്കാത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ എടുക്കുന്നുണ്ട്. എക്സ്ക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറിലുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസിൻ്റെ ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് നമ്മളിവിടെ എടുക്കേണ്ട കാര്യമില്ല. ഇതിൽ നമുക്ക് ബാലൻസ് കിട്ടുന്നത് ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡേറ്റും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതിന് ഓപ്പോസിറ്റായിട്ട് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ, ഇൻകം ആയിരിക്കും ക്രെഡിറ്റ് സൈഡിൽ. ഇതിലെന്തില്ല, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആൻഡ് ക്യാഷ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് നമ്മൾ കൊടുക്കുന്നില്ല. റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻസും ഇൻകം മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം റവന്യൂ നേച്ചറിലുള്ളത് ഏതൊക്കെയാണ്? റെക്കറിങ് നേച്ചറിലുള്ള എക്സ്പെൻസുകൾ നോക്കുക. സാലറി, റെൻറ്റ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, റിപ്പയേഴ്സ്, പോസ്റ്റേജ്, ഓഡിറ്റ് ഫീ, ഹോണറേറിയം, അപ്കീപ്പ് ഓഫ് ലോൺസ്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് വരുന്നത് സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ജനറൽ ഡൊണേഷൻ, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, നോർമൽ സെയിൽസ് അല്ല, സെയിൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഗവൺമെൻറ് ഗ്രാൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ. ഈ കാര്യങ്ങളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇത് നമുക്ക് ഇതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടാകും. മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ എമൗണ്ടുകൾ, അതുപോലെ തന്നെ റെക്കറിങ് നേച്ചർ ഉള്ളത്, അങ്ങനെയുള്ള എല്ലാ എമൗണ്ട്സും നമ്മളിവിടെ എടുക്കാം. അതേസമയം ക്യാപിറ്റൽ നേച്ചറിലുള്ള ഹൈ എമൗണ്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ വൺസ് ഇയറൊക്കെ ചെയ്യുന്ന ചില എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻകം ഉണ്ടാകും. അതൊക്കെ നമ്മൾ എടുക്കേണ്ടത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുമാണ്.
ഇനി നമ്മൾ ബാലൻസ് ചെയ്യുമ്പം നമുക്കിവിടെ ബാലൻസ് കിട്ടുകയാണെന്ന് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് കിട്ടുകയാണെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഇതാണ് നമ്മളുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന രണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ട് ഫോർമാറ്റും ക്ലിയറായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് നോക്കുക. ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആവുന്ന സമയത്ത് റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് മാത്രമാണ് എടുക്കുന്നത്. ഇൻകം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നോൺ ക്യാഷ് ഐറ്റംസും ഒക്കെ നമ്മൾ എടുക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നില്ല. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് നമുക്കിവിടെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ.